നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. ആത്മഹത്യാ ഭീഷണി മുഴക്കി ശുചീകരണ തൊഴിലാളി യൂണിയൻ, വാഹനങ്ങൾ വിട്ടു നൽകിയില്ലെന്ന് പരാതി. നഗരസഭയ്ക്ക് മുന്നിൽ വീണ്ടും ആത്മഹത്യാ ഭീഷണി മുഴക്കി ശുചീകരണ തൊഴിലാളി യൂണിയൻ. കഴിഞ്ഞ ദിവസം രാവിലെ CPM-ന്റെ കൊടികളുമേന്തി പെട്രോൾ കുപ്പികളും കയറുമായി നഗരസഭയ്ക്ക് മുന്നിലെ കവാടത്തിൽ കയറി നിന്നാണ് തൊഴിലാളികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. നഗരസഭാ ഉദ്യോഗസ്ഥർ അനധികൃതമായി പിടിച്ചുവച്ച തങ്ങളുടെ 12 മാലിന്യ ശേഖരണ വാഹനങ്ങൾ വിട്ടുകിട്ടണമെന്ന തൊഴിലാളികളുടെ ആവശ്യത്തിന് മേയർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നും അനുകൂല നിലപാട് ഉണ്ടാവാത്തതിനെ തുടർന്നാണ് തിരുവനന്തപുരം ജില്ലാ ശുചീകരണ തൊഴിലാളി യൂണിയൻ സമരത്തിൽ. ഹരിതകർമ്മ യൂസർ ഫീ അമിത തുക തടയും. അജൈവ മാലിന്യം ശേഖരിക്കുന്നതിന് ഹരിതകർമ്മസേനയ്ക്ക് കൂടുതൽ യൂസർ ഫീ ഈടാക്കാൻ പഴുതു നൽകുന്ന മാർഗരേഖയിലെ പരിഷ്കാരങ്ങൾ പിൻവലിച്ച് പുതിയ ഉത്തരവിനി പുറത്തിറക്കും. കൂടാതെ വീടുകളിലും സ്ഥാപനങ്ങളിലും നിന്ന് ശേഖരിക്കുന്ന അജൈവ മാലിന്യത്തിന് എത്ര തുകയാണ് പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും ഈടാക്കാവുന്നതെന്ന് പട്ടിക തിരിച്ച് വ്യക്തമാക്കി ഉത്തരവിറക്കുമെന്ന് തദ്ദേശ വകുപ്പ് അധികൃതർ അറിയിച്ചു. ജലജന്യ രോഗങ്ങൾ ഇരട്ടിയാകുമെന്ന് ആരോഗ്യവകുപ്പ്. ജലജന്യ രോഗങ്ങൾ ഇപ്പോഴത്തേതിന്റെ ഇരട്ടിയോളമാകുമെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തി. സംസ്ഥാനത്ത് പലയിടത്തും ഭക്ഷണത്തിലും പാനീയങ്ങളിലും ഉപയോഗിക്കുന്ന ജലം മലിനമായതാണ് ഇതിനു കാരണം. മഞ്ഞപ്പിത്തം, വയറിളക്കം, ടൈഫോയിഡ്, കോളറ എന്നിവയുടെ തോത് 10 മടങ്ങ് ഇപ്പോൾ വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. മഞ്ഞപ്പിത്തത്തിന്റെ കണക്കെടുത്താൽ 3 വർഷത്തിനിടെ 20 ഇരട്ടിയിലേറെ കേസുകളാണ് വർദ്ധിച്ചിരിക്കുന്നത്. കൂടാതെ പുരുഷന്മാരിൽ രോഗബാധ സ്ത്രീകളെ അപേക്ഷിച്ച് 8 ഇരട്ടി അധികമായിരിക്കുന്നു. ചെറുപ്പക്കാർ ഏറെയും ഹോട്ടൽ ഭക്ഷണവും പുറത്തുനിന്നുള്ള പാനീയങ്ങളും ഉപയോഗിക്കുന്നതാണ് ഇതിന് കാരണമാവുന്നത്. ഗ്രാന്റ് ഇൻ എയ്ഡ് ശമ്പളം ഇനി മുടങ്ങില്ല. ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളെ സർക്കാർ കൈവിടില്ലെന്നും ചില സ്ഥാപനങ്ങൾ സർക്കാരിന്റെ അനുമതിയില്ലാതെ സ്വന്തം നിലയ്ക്ക് ശമ്പളവും പെൻഷനും പരിഷ്കരിക്കുന്നിടത്തുവരെ കാര്യങ്ങൾ എത്തിയതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കുലർ ഇറക്കേണ്ടി വന്നതെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി. സ്പോർട്സ് കൗൺസിൽ സ്വന്തമായി ശമ്പള പരിഷ്കരണം നടപ്പാക്കി. ഇതോടെ വിരമിച്ച ചില ജീവനക്കാർ കോടതിയിൽ പോയി ഉയർന്ന പെൻഷൻ ആവശ്യപ്പെടുകയും സർക്കാരിന് ഇത് നൽകേണ്ട ബാധ്യത വരികയും ചെയ്തു. മറ്റു സ്ഥാപനങ്ങളും ഇത്തരം നടപടികളിലേക്ക് നീങ്ങിയാൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക നില കൂടുതൽ അപകടത്തിലാകും. ഇത്തരം കേസുകൾ കോടതിയിലെത്തുമ്പോൾ സർക്കാരിന്റെ നില സുരക്ഷിതമാക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള ഉത്തരവിറക്കിയത്. ഉപഭോക്തൃ അദാലത്തിൽ വഴങ്ങാതെ KSEB. ഉപഭോക്തൃ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ അദാലത്തിലൂടെ ഒത്തുതീർപ്പാക്കാനുള്ള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ശ്രമങ്ങളോട് സഹകരിക്കാതെ KSEB. കമ്മീഷൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയ അദാലത്തിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണം കാരണം KSEB-യുമായി ബന്ധപ്പെട്ട ഒരു കേസ് പോലും തീർപ്പാക്കാനായില്ല. കൂടാതെ അദാലത്തിൽ 8 ഉദ്യോഗസ്ഥർ പങ്കെടുത്തെങ്കിലും ഒത്തുതീർപ്പിന് ഇവർ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. വകുപ്പിന്റെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് KSEB പങ്കെടുക്കുന്ന അദാലത്തുകളിൽ ഇനി പങ്കെടുക്കേണ്ടതില്ലെന്നാണ് ഉപഭോക്തൃ കോടതി അഭിഭാഷകരുടെ തീരുമാനം. ബസ്തറിലെ ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു, 2 ജവാന്മാർക്ക് പരിക്ക്. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. കൂടാതെ 2 ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ശനിയാഴ്ച രാവിലെയായിരുന്നു ആക്രമണം നടന്നത്. കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹത്തിനൊപ്പം ആയുധങ്ങളും പിടിച്ചെടുത്തതായും സ്ഥലത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുന്നതായുമാണ് വിവരം. മാവോയിസ്റ്റുകളുമായുള്ള വെടിവയ്പിൽ പരിക്കേറ്റ 2 ജവാന്മാരെ ഹെലികോപ്റ്ററുകളിലാണ് തലസ്ഥാനമായ റായ്പൂരിലേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. മുങ്ങാൻ പോകുന്ന കപ്പലിലേക്കാണല്ലോ സന്ദീപെ താൻ കയറിയതെന്ന് പരിഹസിച്ച് പത്മജ. എന്നാൽ തന്റെ പാർട്ടി മാറ്റത്തിന് K. സുരേന്ദ്രനാണ് കാരണമെന്ന് സന്ദീപ്. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർക്ക് ഫേസ്ബുക്കിലൂടെ പരിഹാസവുമായി BJP നേതാവ് പത്മജ വേണുഗോപാൽ. കൂടാതെ ഇനി ഇത്രയും കാലം പറഞ്ഞതൊക്കെ വിഴുങ്ങേണ്ട എന്നും ഇപ്പോഴെടുത്ത തീരുമാനം തെറ്റായിരുന്നുവെന്നും കാലം തെളിയിക്കുമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. എന്നാൽ പാർട്ടി മാറ്റത്തെ തുടർന്ന് സന്ദീപ് വാര്യരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: താൻ കോൺഗ്രസിലേക്ക് പോയതിന്റെ പൂർണ്ണ ഉത്തരവാദി K. സുരേന്ദ്രനും സംഘവുമാണെന്നും കോൺഗ്രസിന്റെ ആശയമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ആശയമാണെന്നും അത് പ്രത്യേകമായി ഉൾക്കൊള്ളേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് പരീക്ഷയിൽ അധിക സമയം അനുവദിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് പരീക്ഷകൾക്ക് അധിക സമയം അനുവദിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കൂടാതെ ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ വിദ്യാർത്ഥികൾക്ക് SSLC+2 പരീക്ഷകൾക്ക് മണിക്കൂറിന് 20 മിനിറ്റ് അധിക സമയം സംസ്ഥാന സർക്കാർ കൂടുതൽ അനുവദിച്ചിരിക്കുന്ന മാതൃകയിൽ CBSE സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടി സമയം അധികമായി അനുവദിക്കണമെന്ന ആവശ്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ CBSEയിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. CBSE ഡയറക്ടറും
പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെടുകയും ചെയ്തു. നവംബർ 19-ന് റേഷൻ കടകൾ അടച്ചിടും. നവംബർ 19-ന് സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചു പ്രതിഷേധിക്കുമെന്ന് റേഷൻ വ്യാപാരികൾ. 2 മാസമായി വേതനം ലഭിക്കുന്നില്ല, ഓണക്കാലത്തെ ഓണറേറിയം ഉടൻ നൽകുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് സൂചനാ സമരം. AKRRDA, KRUCITU, KSRRDA എന്നീ സംഘടനകൾ സംയുക്തമായാണ് സമരം ചെയ്യുന്നത്. നഗരത്തിൽ ചിലയിടങ്ങളിൽ നാളെ ജലവിതരണം മുടങ്ങും. നഗരത്തിലെ ചില ഭാഗങ്ങളിൽ നാളെ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടും. സെക്രട്ടേറിയറ്റ്, സ്റ്റാച്യു, MG റോഡ്, പുളിമൂട്, ജനറൽ ആശുപത്രി പരിസരം, തമ്പുരാൻമുക്ക്, വഞ്ചിയൂർ, ഋഷിമംഗലം, ശാസ്തമംഗലം, കൊച്ചാർ റോഡ്, വെള്ളയമ്പലം ശാസ്തമംഗലം റോഡിന്റെ ഇരുവശം, ആൽത്തറ, വഴുതക്കാട്, ഇടപ്പഴിഞ്ഞി എന്നിവിടങ്ങളിലാണ് ജലവിതരണം മുടങ്ങുക. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. ചെറുപയറിന്റെ ഗുണങ്ങൾ. പോഷകങ്ങളെ പ്രദാനം ചെയ്യുന്ന പ്രോട്ടീന്റെ മികച്ച സ്രോതസ്സാണ് മുളപ്പിച്ച ചെറുപയർ. ഇതിലടങ്ങിയ വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. വിറ്റാമിൻ എ കണ്ണുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. നാരുകൾ ധാരാളമുള്ളതിനാൽ ദഹനം മെച്ചപ്പെടുത്തി അസിഡിറ്റി, ഗ്യാസ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കും. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യത്തിനും ഇത് ഗുണകരമാണ്. ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിന്റെ ആരോഗ്യം മികച്ചതാക്കാനും സഹായകമാണ്. വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.